ഹായ് ഹലോ. ഇന്ന് നമുക്ക് അടിപൊളി പഴം വെച്ചുള്ള ക്രിസ്പിയും യമ്മിയായിട്ടുള്ളൊരു പലഹാരം ഉണ്ടാക്കിയാലോ. അതിനായിട്ട് 2 ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ചെറുതായതുകൊണ്ട് തന്നെയാണ് 2 എടുത്തത്. വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയേ. അത് ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി മാവ് റെഡിയാക്കി വെക്കാം. അതിനായിട്ട് 1 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുകയാണ്. ഇതാ മാവ് റെഡിയാക്കി. ഇനി ഇതുപോലത്തെ ഒരു തവ വെച്ച് അതിലേക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ച ഏത്തപ്പഴം അതിലേക്ക് ചേർത്ത് വഴറ്റിയെടുക്കാം. പിന്നെ ഒരു 3 സ്പൂണ് വെള്ളം ഒഴിച്ച് ഒന്ന് വേകാനായി അടച്ചു വെച്ച്. അങ്ങനെ പഴം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ചിരവിയ തേങ്ങ അല്പം ചേർത്ത് കൊടുക്കാം. പിന്നെ 3 സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്പം ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ ചെറുതായിട്ട് പരത്തിയെടുക്കുകയാണ്. മാവ് നേരത്തെ റെഡിയാക്കി വെച്ച് ചെറിയ റൗണ്ടാക്കി പരത്തിയെടുത്തിട്ടുണ്ട് ഫുള്ളായിട്ടും. ഇനി ഓരോന്നിലായിട്ട് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഇത് ഈ ഒരു ആകൃതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ കിഴി പോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഫുള്ളായിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. കണ്ടില്ലേ, നല്ല പെട്ടെന്ന് ആകൃതിയാക്കി എടുക്കാൻ പറ്റും. കണ്ട, കിഴി പോലെ ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഫുള്ളായിട്ടും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എണ്ണ ചൂടായതിന് ശേഷം ഓരോന്നായിട്ട് എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഗോൾഡൻ കളറായി നല്ല കരിഞ്ഞ് പെട്ടെന്ന് തന്നെ ഇതായി പോകുമല്ലോ. അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചാണ് വേവിക്കുന്നത്. അങ്ങനെ ഇതാ ഈ ഒരു കളറായി വരുമ്പോഴത്തേന് കോരി മാറ്റാം. ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അതും ഗോൾഡൻ കളറായി വന്നപ്പോൾ കോരി മാറ്റിയെടുക്കുകയാണ്. പിന്നെ ഇത് ഫുള്ളായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ട, കാണാനും നല്ല ലുക്കില്ലേ. കാണാൻ പോലെ തന്നെ കഴിക്കാൻ നല്ലതാണ്. പുറമെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. പുറമേ ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റുമാണ്. അടിപൊളി ടേസ്റ്റുമാണ്. അപ്പം നോയമ്പിലൊക്കെ തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. പഴം വെച്ച് പഴംപൊരിയൊക്കെ കഴിച്ച് മടുത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.